ഹായ് ഫ്രണ്ട്സ്, മണിക്കുട്ടന് 6 മണിക്കാണ് ട്യൂഷൻ. അപ്പോൾ മണിക്കുട്ടൻ ട്യൂഷന് പോകണവരെ കുറച്ച് നേരമൊക്കെ ഞാൻ ഉമ്മർത്ത് നിന്നു. അതിന് ശേഷം വേഗം വന്ന് ചായയൊക്കെ വെക്കാനുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ പഞ്ചസാരയും ചായയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ തിളച്ച് ഇതായി വന്നപ്പോൾ ഞാൻ അത് അരിച്ച് ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു, നൂലപ്പം ഉണ്ടാക്കുക. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നൂലപ്പത്തിനുള്ള പൊടിയൊക്കെ ഞാൻ വാട്ടിയെടുത്ത് അവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ട് വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അതും കഴിഞ്ഞിട്ട് ഞാൻ വേഗം നൂലപ്പത്തിനുള്ള മാവൊക്കെ നന്നായി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി നേരം അധികം കുഴച്ചെടുത്തു. അപ്പോൾ നല്ല പദം വരുമല്ലോ. അപ്പോൾ അങ്ങനെ കുഴച്ച് അവിടെ മാറ്റി കുറച്ച് നേരം വെച്ചു. അതും കഴിഞ്ഞിട്ട് ഞാൻ വേഗം കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഉരുളൻകിഴങ്ങും സബോളയും കുറുമക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല രസമുള്ള കറിയാണെന്നാണ് പറഞ്ഞത് മക്കളും ബിജാഷേട്ടനൊക്കെ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഞാനൊരു പാത്രത്തിൽ പകർത്തി അവിടെ മാറ്റി വെച്ചു. അതും കഴിഞ്ഞിട്ട് വേഗം തലേ ദിവസം തന്നെ ഞാൻ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പേരിക്ക് അതൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ടു. അപ്പോൾ അങ്ങനെ അതും വെന്ത് പാകമായി വന്നു. അപ്പോൾ അങ്ങനെ അതും വെന്ത് പാകമായി വന്നതിന് ശേഷം പിന്നെ നൂലപ്പം ഉണ്ടാക്കാനാണ് നോക്കണത്. അപ്പം ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് അരിയൊക്കെ തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വിജയശേട്ടന് 8 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോകണ്ടേ. അപ്പം അങ്ങനെ നൂലപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 2 തട്ടും പിന്നെ ഇതിലൊരു തട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പം അങ്ങനെ നൂലപ്പം ഞാൻ അടുപ്പത്ത് വെച്ചു. അപ്പം അങ്ങനെ തലേ ദിവസം തന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും തിളപ്പിച്ചെടുത്തു. അപ്പോൾ മീൻകറി കൊണ്ടുപോകാമല്ലോ വിജയശേട്ടന്. പിന്നെ ഞാൻ വാവച്ചിക്കും വിജയശേട്ടന് ചോറാക്കണം. ഞാൻ ചോറ് കൊണ്ടുപോകണില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരൂര് പള്ളിയിൽ ഊട്ടാണ്. അപ്പോൾ തലേ ദിവസം തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വരുന്ന വഴിക്ക് പള്ളിയിലൊക്കെ കയറിയിട്ട് ഉണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ 8 മണി തൊട്ട് അവിടെ സദ്യ ഊട്ടിൻ്റെ അത് തുടങ്ങും. അപ്പോൾ ഞങ്ങളൊരു 8:30 ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഹോളിൽ ചെന്ന് ചോറക്കൊണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ വിജയശേട്ടൻ പണിക്ക് പോവാണ്, മണിക്കുട്ടൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു, ഞാനും ജോലിക്ക് പോന്നു. ഞാൻ ജോലിക്ക് പോന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി അവിടെ ഹോളിലായിരുന്നു. അപ്പോൾ അവിടെ ഊട്ടിനുള്ള വരിയൊക്കെ നിന്നു. ചോറും സാമ്പാറും അവിയലും പിന്നെ കായ കൊണ്ട് ഒരു മെഴുക്ക് വരട്ടിയും പുളിഞ്ചിയും പിന്നെ ചെത്തുമാങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ അരി കൊണ്ടുള്ള ഇടിച്ച് പിഴിഞ്ഞ പായസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള ചോറും പിന്നെ കാലത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നൂലപ്പൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അവിടെ ഇരുന്ന് ഞാനും ടീച്ചറും കൂടിയിട്ട് ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അംഗൻവാടിയുടെ അടുത്തുള്ള ചേച്ചിക്ക് 2 ചോറൊക്കെ പാർസൽ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് അംഗൻവാടിയിൽ വന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.